റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ജില്ലയിലും നമുക്ക് ഓരോ കലാരൂപങ്ങളുണ്ട്. പെട്ടെന്ന് നമ്മളൊരു ഗവൺമെൻറ്റിനൊരു തീരുമാനം എടുക്കുക, ഈ വർഷം ആഘോഷിക്കേണ്ട ഒരു തീരുമാനം എടുക്കുക. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. ഏത് മൂഡ്, പപ്പട മൂഡ്, ഏത് മൂഡ്, പായസം മൂഡ്, ഏത് മൂഡ്, സദ്യ മൂഡ്, മുണ്ട് മൂഡ്, സാരി മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിലുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ പോലെ, ദസറ പോലെ നമുക്ക് ഓണത്തെ അതിനേക്കാൾ വലിയ മാറ്റുന്നതാണ് ഓണം. ഒരു വർഷത്തെ തയ്യാറെടുപ്പിൽ അടുത്ത ഓണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആക്കുന്നില്ല. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനേ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. എല്ലാ തിരക്കിനിടയിലും നമുക്കൊപ്പം ഇപ്പോൾ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു അതിഥിയുണ്ട് ഞങ്ങൾക്കൊപ്പം. ഇപ്പോൾ മറ്റാരുമല്ല, ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ്. മിനിസ്റ്റർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കാലത്തെ ഓണം പോലെയൊന്നും അല്ല ഇത്തവണ. വലിയ പ്രത്യേകതകളുണ്ട്, മിനിസ്റ്റർക്ക് പ്രത്യേകിച്ചുമുണ്ട്. ഉത്തരവാദിത്വങ്ങൾ ഏറെയുള്ള ഒരു ഓണമാണ് അല്ലേ? അതെ, സർക്കാരിൻ്റെ ഓണാഘോഷം നടത്തുന്ന ചുമതലയാണ് ഇപ്പോഴുള്ളത്. ഈ 24-ാം തീയതി നമ്മുടെ കനകക്കുന്നിൽ നിശാഗന്ധിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാരിൻ്റെ ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ 36 വേദികളിലും കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലുമായിട്ട് വിപുലമായ ഓണാഘോഷ പരിപാടികളാണ്. ജനങ്ങൾക്ക് ഈ പ്രയാസങ്ങളെല്ലാം കുറച്ച് ദിവസത്തേക്കെങ്കിലും മറന്ന് ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കുന്നതിൻ്റെ ചുമതലയിലാണ് ഈ വർഷം. അതുകൊണ്ട് ഈ വർഷത്തെ ഓണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയാണുള്ളത്. ഇത്തവണ എങ്ങനെയാണ്, നാട്ടിലേക്ക് പോകുമോ അതോ തിരുവനന്തപുരത്ത് തന്നെയാണോ? ഇല്ല, ഞാൻ ആക്ച്വലി തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് മാത്രം ഒന്ന് വീട്ടിൽ പോകും. തിരുവോണത്തിൻ്റെ അന്നത്തെ സദ്യ നമുക്കിനി എത്ര തിരക്കാന്ന് പറഞ്ഞാലും ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അത് വീട്ടുകാരോടും പിന്നെ ഭാര്യ, മോള്, അമ്മ, അച്ഛനെ മരിച്ചു പോയിട്ട്, അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓണം ആ ഒരു ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ബാക്കി സമയങ്ങളിൽ തിരുവനന്തപുരത്തും കുണ്ടറ നിയോജകമണ്ഡലത്തിലെ കുറച്ച് ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവും. അതെല്ലാ വർഷവും ഉള്ളതാണ്. അത് ഇത്തവണ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ വർഷവും ഒരു 5-6 ദിവസം നിൽക്കുന്നതാണ്. ഇത്തവണ ഇവിടുത്തെ പരിപാടികൾക്കിടയ്ക്ക് കണ്ടെത്തുന്ന സമയത്ത് 2 ദിവസം കുണ്ടറയിലും ഉണ്ടാകും. ബാക്കി സമയങ്ങളിൽ ഇവിടുത്തെ തിരുവോണം കഴിഞ്ഞാലുള്ള എല്ലാ ദിവസവും നമ്മുടെ സർക്കാർ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതലയിലും അതിൻ്റെ മേൽനോട്ടത്തിലും നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും തിരുവനന്തപുരത്തെ ഓണം എന്ന് പറഞ്ഞാൽ അത് ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും അലങ്കാരങ്ങളും ഒക്കെയാണ് അല്ലേ? എല്ലാവരും റോഡിലേക്ക് ഇറങ്ങും, വലിയ തിരക്കും. ഇപ്പോൾ നമുക്കറിയാം, ഈ കനകക്കുന്നിലൊക്കെ ഉണ്ടാവാറുള്ള ആ ഒരു തിരക്ക് നമുക്കറിയാവുന്നതാണ്. അതിനുവേണ്ടി ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ചെയ്തത്? ഇപ്പോൾ അല്ല, നമ്മളിപ്പോൾ പിന്നെ വേദികൾ, ഈ പറഞ്ഞ പ്രധാന വേദികൾ ഇതാണ്. ഒന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കനകക്കുന്നാണ്, പിന്നെ പൂജപ്പുര, അത് കഴിഞ്ഞ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ. അതുകൂടാതെ മറ്റ് കലാരൂപങ്ങളുണ്ട്, അനുഷ്ഠാന കലകളുണ്ട്, നാടൻ കലാരൂപങ്ങളുണ്ട്, നൃത്തങ്ങൾ, പാട്ട്, പിന്നെ മറ്റ് അതുപോലെയുള്ള കലാരൂപങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ വർഷം നമ്മൾ ഇതിനൊരു ഒരുപാട് വിനോദസഞ്ചാരികൾ ഓണത്തിൻ്റെ സമയത്ത് കേരളത്തിലെത്തുന്നുണ്ട്. കാരണം അറിയാമല്ലോ, ഓണം എന്ന് പറയുമ്പോൾ വള്ളംകളി, വള്ളസദ്യ, പിന്നെ ഓണവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു 10 ദിവസം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ വളരെ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഓണവുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണം ചെറിയ രൂപത്തിൽ ഈ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിശാഗന്ധിയിൽ എല്ലാ ദിവസവും ഈ സ്റ്റേജിൽ നമ്മൾ 6 മണി മുതൽ 7 മണി വരെ ഇപ്പോൾ തോൽപ്പാവക്കൂത്ത്, പടയണി, തെയ്യം, അങ്ങനത്തെ കേരളത്തിൻ്റേതായിട്ടുള്ള ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കലാരൂപങ്ങളുണ്ട്. നമ്മളിതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ പോലീസുമായിട്ട് ആലോചിച്ചിട്ട് ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പോലീസിന് കഴിയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഓരോന്ന് നമ്മൾ ഇതിപ്പോൾ ഒരു ആറന്മുള കണ്ണാടിയുടെ ഒരു രൂപത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു എൻട്രി. ഇതിനകത്തൂടെ പോയാൽ ഇപ്പോൾ ഇതെല്ലാം തയ്യാറായി
വരികയാണ്. അപ്പോൾ അതിനകത്തു നിന്ന് കേരളത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളെ ഇവിടെയുള്ളവർക്ക് പക്ഷേ കുറച്ച് പരിചിതമായിരിക്കും. പക്ഷെ വിദേശ വിനോദസഞ്ചാരികൾക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കും എല്ലാം കേരളം, ഓണം എല്ലാം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമ്മളെ 30-ാം തീയതിയാണല്ലോ, അറിയാമല്ലോ, തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഈ ഘോഷയാത്ര അവസാനത്തെ ദിവസത്തെ. അപ്പോൾ അത് ഇത്തവണ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. സാധാരണ ഗവർണറാണ് ഉണ്ടാകുന്നത്. ഇത്തവണ ഗവർണറെ കൂടാതെ ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഉപരാഷ്ട്രപതിയും കൂടി നമ്മുടെ അതിഥിയായി എത്തുന്നുണ്ട്. മിനിസ്റ്ററുടെ ആ ഒരു ഓണം, ആ ഒരു ഓർമ്മ അതെങ്ങനെയാണ്? ഈ തിരക്കൊക്കെ വരുന്നതിന് മുമ്പും ഓണം ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ്? അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഓണം. നമുക്ക് ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു കാലത്തെ ഓണമാണ് ശരിയായ ഓണം. അത് ഓരോ കാലത്തും ഓരോ രൂപത്തിലാണ് വരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ കൂട്ടുകാരോടൊപ്പം പിന്നെ പുറത്തു പോവുക, നാട്ടിൻപുറത്തെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, അവിടുത്തെ എല്ലാ ഓണാഘോഷ പരിപാടികൾ, മത്സരങ്ങളിൽ പങ്കെടുക്കുക, പിന്നെ ഓണത്തിന് റിലീസാവുന്ന സിനിമ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കാണുക, പിന്നെ ബന്ധുക്കളുടെ വീട്ടുകാരോടൊപ്പം പോവുക, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഓണം ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഞാനൊരു 2006 ആയപ്പോഴേ MLA ആയി. 26 വയസ്സുള്ളപ്പോൾ MLA ആയതാണ്. അപ്പം ഏതാണ്ട് ഇതൊക്കെ ആഘോഷം നടക്കുന്ന സമയത്ത് തന്നെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മളൊരു സംഘാടകനായി മാറി 2006 മുതൽ തന്നെ. ഓണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി പരിപാടിയുള്ള സമയമാണ്. പിന്നെ അതിൻ്റെ ഒരു സംഘാടനം, അതിൽ പങ്കെടുക്കുക, അങ്ങനെ നിലയിലൊക്കെ മാറി. അപ്പോൾ അതിനു മുമ്പാണ് പണ്ടത്തെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണെങ്കിൽ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിൽ 2 തവണയാണ് ഈ പുതിയ വസ്ത്രം കിട്ടുന്നത്, പുതിയ ഉടുപ്പ്. അതൊന്നും ഓണത്തിനാണ്, പിന്നെ സ്കൂൾ തുറക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഓണക്കോടി എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുമ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ലെങ്കിലും അപ്പോൾ അന്നത് വലിയൊരു കാര്യമായിരുന്നു, ഓണക്കോടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എല്ലാവർക്കും ലോകത്ത് എവിടെയുള്ള മലയാളി, എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ഓണം എന്ന് പറഞ്ഞാൽ ഈ ബാല്യകാലത്തെ ഓർമ്മയാണ്. ആ ഓർമ്മ അതേപോലെ സജീവമാക്കി മലയാളികളെ ലോകത്ത് എവിടെ ഉണ്ടായാലും എത്ര പ്രായമാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവർ ആ ഓണം ആഘോഷിക്കും. നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഉത്രട്ടാതി വള്ളംകളിയോടുകൂടി ചിലപ്പോൾ തീരും, അല്ലെങ്കിൽ 28-ാം ഓണം കൊണ്ട് തീരും. പക്ഷെ നിങ്ങൾ ഗൾഫിൽ പോയാൽ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർ ക്രിസ്മസ് ആഘോഷം തുടങ്ങുന്നതിൻ്റെ അന്ന് വരെ ഓണം ആഘോഷിക്കും. അതെ, ഇനി ഓണം കഴിഞ്ഞാലും പിന്നുള്ള അവധി ദിവസങ്ങളിലൊക്കെ ഓണമായിരിക്കും അവർക്ക്. വെള്ളിയാഴ്ച ഗൾഫിലൊക്കെ ആണെങ്കിൽ പിന്നെ വരുന്ന എല്ലാ വെള്ളിയാഴ്ച ഓണം ആഘോഷിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ ആ ഓണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഇപ്പോൾ അതിനോടുള്ള മലയാളികളുടെ ഒരു മനസ്സ് എങ്ങനെയാണ്, അതാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത്. അത് നമ്മുടെ നാട്, നമ്മുടെ ടൂറിസം രംഗത്ത് അവിടെയും അത് ഉപയോഗിച്ചുകൂടെ? ഉറപ്പായിട്ടും നല്ലൊരു ചോദ്യമാണ്. നമ്മളിനി ഇപ്പം നമുക്ക് സമയം കിട്ടിയില്ല, 2 മാസമേ ഉണ്ടായിട്ടുള്ളൂ ഇത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, അതുണ്ടാവും. പക്ഷേ അടുത്ത വർഷത്തെ ഓണം, ഈ വർഷം ഈ ഓണാഘോഷം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അത് ആലോചിക്കും. അത് നമ്മൾ കമ്പാരിസൺ ഒന്നിനും നല്ല അല്ലെങ്കിൽ പോലും ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില കമ്പാരിസൺസ് വേണ്ടി വരും. ഇപ്പം നമ്മൾ മൈസൂർ ദസറ പോലെ, ബംഗാളിൽ നമ്മൾ പിന്നെ ഈ കാളിപൂജയുടെ സമയമുണ്ടല്ലോ, നവരാത്രി, അതേപോലെ നമ്മൾ ഓണത്തെ ആ വലിയ ഒരു ക്യാൻവാസിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ഈ പറഞ്ഞ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജിനെ അതേപോലെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്, ഈ വലിയ രൂപത്തിൽ അതിൻ്റെ എല്ലാ തനിമയും നിലനിർത്തിക്കൊണ്ട് ഒന്നും പോകാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ അടുത്ത വർഷത്തേക്ക്, അടുത്ത ഓണത്തിലേക്ക് പരിശ്രമിക്കും. കാരണം ഈ കൃത്യമായ ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ഞാൻ ഏതെങ്കിലും കമ്പയർ ചെയ്തിട്ട് അതിനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ പോലും ആൾക്കാർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ പോലെ, ദസറ പോലെ നമുക്ക് ഓണത്തെ അതിനേക്കാൾ വലിയ മാറ്റുന്നതാണ് ഓണം. അതെന്തായാലും ഒരു വർഷത്തെ തയ്യാറെടുപ്പിൽ അടുത്ത ഓണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആക്കും ഇതിനെ. തിരുവനന്തപുരത്ത് ഓണം, നാട്ടിലെ ഓണം, അത് രണ്ടും രണ്ടാണ് അല്ലേ? വ്യത്യാസമുണ്ട്, തോന്നിയിട്ടില്ലേ അങ്ങനെ? അതുകൊണ്ട് തിരുവനന്തപുരം കുറച്ചുകൂടെ ഔദ്യോഗിക ഓണമാണ്. അതെ, എന്നാലും പക്ഷേ തിരുവനന്തപുരത്ത് ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളവർ മാത്രമല്ല, ഈ തിരുവനന്തപുരത്തിന് പുറത്തുള്ള പാറശാല മുതലുള്ള ആൾക്കാർ ഇങ്ങെത്തും ഓണം ആഘോഷിക്കാൻ.
സമീപ ജില്ലയിൽ നിന്നുള്ള ആളുകളെല്ലാം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് എത്തും. അങ്ങനെ ഒരു വലിയ ഓണമാണ് തിരുവനന്തപുരത്തെ ഓണം. നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞ് പരിപാടികൾ, കുഞ്ഞു കുഞ്ഞ് ആഘോഷങ്ങൾ, അതിൻ്റെ സംഘാടനം, അല്ലെങ്കിൽ അതിൽ പോയി അതിഥിയായി പങ്കെടുക്കുക, അങ്ങനത്തെ മാത്രമായിരുന്നു. ഇപ്പോൾ അതല്ല. ഇവിടെ ഇപ്പം ഞാൻ 2000-ലാണ് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ LLB പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു 26 വർഷം, ഒരു 1/4 നൂറ്റാണ്ട് നേരിട്ടുള്ള തിരുവനന്തപുരത്തെ കാഴ്ചകളുടെ അനുഭവമുണ്ട്. അപ്പോൾ തീർച്ചയായും ആണ് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ മുഴുവൻ ഒരു ഓണത്തിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരം മാറും. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയത്തോടു കൂടി തുടങ്ങുന്നതാണെങ്കിൽ പോലും അതങ്ങോട്ട് നമ്മൾ ചെണ്ടയുടെയൊക്കെ രൂപത്തിൽ പറയുകയാണെങ്കിൽ കൊട്ടിക്കേറുന്നത് തിരുവനന്തപുരത്തെ ഓണം തുടങ്ങുമ്പോഴാണ്. അപ്പോൾ അത് ഈ വലിയ ക്യാൻവാസിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ദിവസങ്ങളായിരിക്കും ഈ തിരുവനന്തപുരത്തെ. യഥാർത്ഥത്തിൽ ഈ നിശാഗന്ധിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെയൊക്കെ എത്രയോ നമ്മൾ കുറച്ചും കൂടി വലിയ സ്പേസുകൾ ഇത്തരം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടി വരുന്നതാണ്. ഇപ്പോൾ ഇത്രയും സ്ഥലത്താണ് നമുക്ക് പറ്റണത്. അതുകൊണ്ടാണ് നമ്മൾ മെഗാ ഇവൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സെൻട്രൽ സ്റ്റേഡിയം തന്നെ എടുത്തത്. സെൻട്രൽ സ്റ്റേഡിയത്തിനാവുമ്പോൾ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഓണം. ഒരു നാനാത്വത്തിൽ ഏകത്വം തന്നെയാണ് ഈ ഓണത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ. കേരളത്തിലെ ഓരോ സ്ഥലം പ്രാദേശിക തലത്തിലെടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഓണം അതിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി തോന്നി? ഒന്ന്, ഞാൻ കുഞ്ഞായപ്പോൾ മുതലേ ഞങ്ങൾ അവിടെ നിന്ന് മാറി. കാരണം 4ാം ക്ലാസ് വരെയാണ് ഞാൻ മാവടിയിൽ പഠിച്ചത്. പിന്നെ അങ്ങ് ശാസ്താംകോട്ടയിലേക്ക് പോയി അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. പിന്നെ യഥാർത്ഥത്തിൽ നമുക്കൊരു കുറച്ച് മുതിർന്ന ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ചെങ്ങന്നൂരായിട്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഓണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വള്ളംകളിയാണ്. എത്ര വള്ളംകളിയാണ്! ഇപ്പോൾ ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്ങന്നൂരാണെങ്കിൽ ചതയം വള്ളംകളിയുണ്ട്. പിന്നെ അവിടെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ഇതൊക്കെ പള്ളിയോടങ്ങളായിരിക്കും. നെഹ്റു ട്രോഫിയിൽ വരുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. അവിടെ തന്നെ മൂലം വള്ളംകളിയുണ്ട്, പായിപ്പാട് വള്ളംകളിയുണ്ട്, നീരേറ്റുപുറം വള്ളംകളിയുണ്ട്, മാന്നാറിലെ വള്ളംകളിയുണ്ട്. അങ്ങനെ ഓണമായി കഴിഞ്ഞാൽ ഇത്രയും വള്ളംകളികളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പള്ളിയോടങ്ങൾ വള്ളസദ്യക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിലെ ഓണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വള്ളംകളി റിലേറ്റഡ് ആണ്. വള്ളംകളി, വള്ളസദ്യ, വള്ളം നീറ്റിലിറക്കൽ ചടങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഈ പള്ളിയോടങ്ങൾ, വള്ളംകളി അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല. തൃശ്ശൂരേക്ക് പോയാൽ പുലികളി, കുമ്മാട്ടിക്കളി അങ്ങനെയാണ്. അപ്പം ഞാനത് നേരത്തെ താങ്കൾ ചോദിച്ച ശരിയായ ചോദ്യം എന്ന് വെച്ചാൽ ഇതിനെല്ലാം സംയോജിപ്പിക്കാൻ കഴിയും നമുക്ക്. ഈ ഓണം എന്ന് പറയുമ്പോഴേ ഇപ്പോൾ മലബാറിലെ ഓണത്തിൻ്റെ കലാരൂപങ്ങൾ, ഓണത്തിൻ്റെ ഇതായിട്ടുള്ള പ്രത്യേകതകൾ വ്യത്യസ്തമായിരിക്കും. തൃശ്ശൂർ വരുമ്പോൾ 4ാം ഉത്സവത്തിനാണ് തോന്നുന്നു പുലികളി വരുന്നത്. 4 അന്ന് പുലികളി വരും. പിന്നെ അവിടെ 55-56 കുമ്മാട്ടി ടീമുണ്ട് വിവിധ ദേശങ്ങളിലായിട്ട്. അപ്പോൾ കുമ്മാട്ടി കളികൾ നടക്കും. കൊല്ലത്താണെങ്കിൽ കരടി കളിയുണ്ട്. കൊല്ലം ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലയിലാണ് കരടി. പിന്നെ പട്ടി കടിക്കലെ വീട്ടുകാർ ഞങ്ങളെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ കരടി കളി പാട്ടുകളുണ്ട്. അപ്പോൾ കരടി കളി ആണ് നമ്മൾ കൊല്ലത്തോട്ട് വരുമ്പോൾ ഉണ്ട്. കൊല്ലത്തിൻ്റേതായ ഒത്തിരി കളികളുണ്ട്, ഒത്തിരി കലാരൂപങ്ങളുണ്ട്. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഉള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു അനുഷ്ഠാനകാരി സീതക്കളി എന്ന് പറയുന്നത്. സീതക്കളി കലാകാരന്മാർ അവിടെ ഉണ്ട് ഇപ്പോൾ ഈ കുണ്ട്രയിൽ. അപ്പോൾ അങ്ങനെ ഈ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ജില്ലയിലും നമുക്ക് ഓരോ കലാരൂപങ്ങളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട്. അത്രയും വൈവിധ്യമാണ് പിന്നെ നമുക്ക് ഓണം എന്ന് പറയുന്നത്. മലയാളിക്ക് എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാവരും ആഘോഷിക്കുന്നത് ഓരോ ഓണമാണ്. പക്ഷേ എല്ലാവരും ആഘോഷിക്കുന്നത് പല രീതിയിലാണ്. കോമൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സദ്യ ഉണ്ടാകും, പക്ഷെ ആ സദ്യയിൽ പോലും വ്യത്യാസമുണ്ട്. ഉറപ്പായി. അതെ, അങ്ങനെയാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ഓണത്തിന് മാത്രമല്ല, നമ്മുടെ വിവിധ ജില്ലകളിൽ വിവിധ സദ്യയല്ലേ? അതെ അതെ അതെ, അത് സത്യം. എന്നാലും പൊതുവിൽ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓണസദ്യ ഭയങ്കര ഹിറ്റാണ്. നോർത്ത് ഇന്ത്യക്കാരൊക്കെ വന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഈ സദ്യ കച്ചവടക്കാർക്കും അതൊരു ഗുണമാണ് ഈ സമയത്ത്. വളരട്ടെ. ആഘോഷങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടി ചലിപ്പിക്കുന്നതാകുമ്പോഴാണല്ലോ അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടണ്ടേ. ഇപ്പോൾ ചിലരൊക്കെ പറയും നമ്മൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയും ഈ വർഷം നമുക്ക് ആഘോഷിക്കേണ്ട.
നമുക്ക് ആഘോഷിക്കണമെന്ന് വേഗം തീരുമാനിക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട പൂവിക്കുന്നവരായിരിക്കും, സൗണ്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, കലാകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങൾ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകളാണ് പെട്ടെന്ന് നമ്മളൊരു ഗവൺമെൻറ്റിനൊരു തീരുമാനം എടുക്കുക, ഈ വർഷം ആഘോഷിക്കേണ്ട ഒരു തീരുമാനം എടുക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. അവരെല്ലാം ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും. വ്യാപാരികൾ, അവർക്കെല്ലാം ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത് ഈ ഒരു മാസ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഓണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ഓണത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന രൂപത്തിൽ അതിന് പരിശോധിച്ചാലും. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു, എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിലുള്ളത്? ഒന്ന്, പുതിയ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡെസ്റ്റിനേഷൻസിൽ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൂട്ടും, ഇൻക്ലൂഡിങ് നമുക്കിപ്പം കോവളം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ്. പക്ഷേ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല. ഇതൊക്കെ സഞ്ചാരികൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ്. മൂന്നാർ പോയി കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് ബ്ലോക്കാണ്, അവിടെയും ഈ പറഞ്ഞ ഒരു പ്രോപ്പർ ടോയ്ലറ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഫോർട്ട് കൊച്ചിയിൽ പോയാൽ ഇത് തന്നെയാണ് സ്ഥിതി. ആലപ്പുഴയിലാണെങ്കിൽ ഹൗസ് ബോട്ട് രംഗത്താണെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി കഴിഞ്ഞു പ്രശ്നം. അപ്പം ഓരോ നിലവിലുള്ള ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്കിനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, പല ഡെസ്റ്റിനേഷൻസിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റി കഴിഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ പുതിയ ഡെസ്റ്റിനേഷൻ, ബാക്ക് വാട്ടർ എന്ന് പറയുമ്പം പുതിയ ബാക്ക് വാട്ടർ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാകണം, നമ്പർ 1. നമ്പർ 2, നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടാണ് കേരളത്തിൻ്റെ ടൂറിസം. നമുക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് വലിയ മത്സരം ഇല്ലാത്തൊരു സെക്ടറാണ് ആയുർവേദം. അപ്പോൾ കേരളത്തിൻ്റെ ആയുർവേദത്തിന് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിങ് കുറച്ചും കൂടെ നന്നായി കൊടുക്കണം. കേരളം പിന്നെ ഈ ഓതൻറ്റിക് ആയുർവേദ നമ്മളതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓതൻറ്റിക് ആയിട്ടുള്ള ആയുർവേദം നിങ്ങൾക്ക് കേരളത്തിൽ നിന്നാണ് അനുഭവിക്കാൻ കഴിയുക. കേരള ഹോം ഓഫ് ആയുർവേദ എന്ന പേരിലെല്ലാം തന്നെ നമ്മൾ കേരളത്തിൻ്റെ ആയുർവേദത്തിൻ്റെ, ഇപ്പോൾ ഈ ആയുർവേദം വെൽനെസ്, മെഡിക്കൽ വാല്യൂ ടൂറിസം, അത് ആയുർവേദത്തിൽ മാത്രമല്ല അലോപ്പതിയിലാണെങ്കിൽ പോലും ഇന്ന് ലോകത്തെ ഏറ്റവും, നിങ്ങൾ അമേരിക്കയിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ 10% തുക ചിലവാക്കി കേരളത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് അറിഞ്ഞാൽ അമേരിക്കക്കാർ ഇവിടെ വരും. നമ്മുടെ ഡോക്ടർമാരെ കുറിച്ച് വലിയ മതിപ്പാണ്, നമ്മുടെ നഴ്സുമാരെ കുറിച്ച് വലിയ മതിപ്പാണ്. നമുക്ക് നല്ല ആശുപത്രികളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ മെഡിക്കൽ വാല്യൂ ടൂറിസം, ആയുർവേദ കണക്റ്റഡ് ആയിട്ടുള്ള വെൽനസ് ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം, ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ കോവളത്ത് വരുന്നുണ്ട്, മൂന്നാറിൽ വരുന്നുണ്ട്, ബേക്കൽ വരുന്നുണ്ട്, കൊച്ചിയിൽ വരുന്നുണ്ട്, വാഗമണിൽ വരുന്നുണ്ട്. ഇവിടെയെല്ലാം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. കൺസേർട്ട് ടൂറിസം, ഇപ്പം വലിയ വലിയ കൺസേർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ ഒരു വലിയ രാജ്യാന്തര പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ്റെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വരും. അവർ കേട്ടിട്ട് അന്ന് വൈകുന്നേരം പോകത്തില്ല, പിന്നെ ഒരു 3-4 ദിവസം ഇവിടെ നിന്ന് കറങ്ങി സ്ഥലമൊക്കെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ കൺസേർട്ടുകൾക്ക് ചില പ്രൊമോഷൻ നമ്മളായിട്ട് കൊടുക്കണം, ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംഘടിപ്പിക്കാൻ വരുന്ന ആൾക്കാർക്ക്. നമ്മുടെ ഡെസ്റ്റിനേഷൻസുകളെ കൂടുതൽ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കും. അപ്പം സിനിമാക്കാർക്ക് വന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിലവ് കുറവാണ്. കാരണം ഇപ്പം എളുപ്പത്തിൽ മലയാളികൾക്ക് മനസ്സിലാകുന്നൊരു ഉദാഹരണമാണ് ഈ ഓർഡിനറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നതിന് ശേഷമാണ് പത്തനംതിട്ട ഗവിയിലേക്ക് ആൾക്കാർ അത്രയും പോകാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമല്ല, അത് മലയാള സിനിമ എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ പിന്നെ ഹോളിവുഡ് സിനിമകൾ പോലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സ്ഥലങ്ങൾക്ക് വലിയ ചിലവില്ലാതെ പ്രശസ്തി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ പലതരത്തിലുള്ള വെൽനസ് ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം, മെഡിക്കൽ വാല്യൂ ടൂറിസം, ബാക്ക് വാട്ടർ ടൂറിസം, ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒന്നാണ് തോന്നുന്നത് പിൽഗ്രിം ടൂറിസം. ഉറപ്പായിട്ടും പിൽഗ്രിം ടൂറിസം ഉണ്ടല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് പോയപ്പോൾ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരു 70% പേര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്നവരാണ്. സ്വാഭാവികമായിട്ട് അവരും ഈ പറഞ്ഞതുപോലെയാണ്. അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നാലും ദർശനമെല്ലാം കഴിഞ്ഞ് നഗരത്തിലും അടുത്ത് കാണാനും കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പിന്നെ അവർ പോകുന്നുണ്ട്.
അങ്ങനെ ഈ ഹെലികോപ്റ്ററിൽ പിന്നെ നടത്തുന്ന ആൾക്കാർ വന്ന് നമ്മളെ സമീപിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. അപ്പോൾ അവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ചോറ്റാനിക്കര പോകാം, അല്ലെങ്കിൽ എന്നിട്ട് അവർക്ക് മൂകാംബികയിൽ പോകാം. അങ്ങനെ പോകുന്ന പാക്കേജസ് ആയിട്ട് തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ അതുപോലെ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങൾ, പിന്നെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇസ്ലാമിക ദേവാലയം വന്നത് കൊടുങ്ങല്ലൂരാണ്. നമ്മൾ അപ്പോൾ അവിടെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ പ്രോജക്റ്റ് വരികയാണ്, അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെയുമായിട്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസം ഭയങ്കര നിലവിലുണ്ട്. അത് നമ്മൾ നന്നായി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓണം ആഘോഷിക്കാൻ വേണ്ടി? സിനിമയ്ക്ക് പോകുമെന്ന് എനിക്കറിയാം. ഇത്തവണ എങ്ങനെ സിനിമയ്ക്ക് പോകുമെന്നുള്ളതാണ്. രാത്രിയിലൊക്കെ കാണാൻ പറ്റും. ഇപ്പം എന്നാലും ഈ അങ്ങനെ ഒരു ഓണ സമയത്ത് എന്തായാലും ഇത്തവണ ഒരു സ്വകാര്യമായ എന്തെങ്കിലും സമയം ചെലവഴിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മൾ മിനിസ്റ്ററുടെ ഓണം ആഘോഷം എന്ന് പറഞ്ഞാൽ അത് ഒരു പാട്ട് ഒഴിവാക്കാനേ പറ്റില്ല, അല്ലേ? അങ്ങനെയല്ലേ? പാട്ട് കുറച്ചിരിക്കുകയാണ്. അങ്ങനെയല്ലേ? അതെ. അതുകൊണ്ട് ഒരു 4 വരി. ഓണത്തിന് നമ്മൾ ഞാൻ പറയാം, എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്, ഓണത്തിന് പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പണ്ട് ഇപ്പം എല്ലാത്തിലും പിള്ളേർ നമ്മളെ കൊല്ലും, ട്രോളും. കാരണം എല്ലാവരും ഇപ്പോൾ ഈ പഴയ ആൾക്കാർ ഈ പറഞ്ഞ നമ്മളെ തന്ത വൈബാന്ന് പറയും. ഞങ്ങളുടെ കാലത്തായിരുന്നു ഓണം, ഇപ്പം എന്തോണം. പക്ഷെ ഞാനത് തിരിച്ചാ. എല്ലാ കാലത്തും ഓരോ ഓണം ഉണ്ടെന്നേ. പിള്ളേർ പുതിയ ഓണമാണ്. അപ്പം നമ്മൾ അന്നത്തെ കാലത്ത് തരംഗിളിയുടെ ഓണപ്പാട്ടുകൾ യേശുദാസിൻ്റെ അത് പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഓണപ്പാട്ടല്ല വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടം അതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വൈബിലുള്ള പാട്ടുകൾ വരും. അതാണ് ഇപ്പോൾ വിനായക് ശശികുമാർ കഴിഞ്ഞ വർഷം ഏത് മൂഡ്, പപ്പടം മൂഡ്, ഏത് മൂഡ്, പായസം മൂഡ്, ഏത് മൂഡ്, സദ്യ മൂഡ്, മുണ്ട് മൂഡ്, സാരി മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഓണത്തിന് ആ മൂഡിലായിരുന്നു പിള്ളേർ. അപ്പം അത് അങ്ങനെ ആവട്ടെ, അതിനെന്താ പ്രശ്നം? നമ്മുടെ കാലത്തെ പഴയ തരംഗിണിയിലെ ഓണപ്പാട്ടിലെ ഒരു 4 വരി പാടാം, യേശുദാസിൻ്റെ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. മുഖമൊട്ടു തളർന്നാലെന്തോ മനെ, നിന്റെ മനം മാത്രം വാടരുതെന്നോ മനെ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്കൊപ്പം കൂടിയതിന്, പ്രേക്ഷകരുമായി ഇത്ര നേരം ഓണവിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിച്ചതിന് വളരെയധികം നന്ദി. അമൃത TV-യിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും സാംസ്കാരിക സിനിമ ടൂറിസം വകുപ്പിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.